മുത്തുമണീസ് അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴി എനിക്ക് കാറിൽ വെച്ച് ഭയങ്കര തലവേദന. അങ്ങനെ ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണൻ നമുക്കൊരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല കടുപ്പമുള്ളൊരു ചായ കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. അപ്പം നമ്മുടെ പൊന്നൂസിന് പാനിപൂരി വേണം. ഞാനാണെങ്കിൽ വല്ല ബജ്ജി എങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് പാനിപൂരി അത്ര ഇഷ്ടമല്ല. ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ ഒരെണ്ണം കഴിക്കുക, അത്ര തന്നെ. അപ്പം നമ്മുടെ മോനുകൂട്ട് പിണങ്ങി മാറിപ്പോയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അക്കോറിയത്തിൽ ഒരു മീൻ ഇന്നലെ ചത്തുപോയി മോനുകൂട്ടൻ്റെ. അപ്പോൾ അവന് പകരം മീൻ വേണമെന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ഡിക്കിയിലാണ് ഇങ്ങോട്ട് വന്നപ്പോൾ മുഴുവനും ഇരുന്നത്. അങ്ങനെ അണ്ണൻ ഒരു നയതന്ത്രത്തിൽ പറഞ്ഞെല്ലാം മനസ്സിലാക്കി മീൻ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. പൊന്നൂസാണെങ്കിൽ അവിടെ മുയലിനെ കണ്ടിട്ട് അതിൻ്റെ കൂട്ടിന്ന് മാറുന്നില്ല. അങ്ങനെ മീൻ നോക്കിയിട്ട് നമ്മുടെ കുമാരനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മോനോക്കൊട്ടനെ തൃപ്തിയേ ഇല്ല. അങ്ങനെ പുനലൂന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് തിരിച്ച് വീണ്ടും വണ്ടി കയറി. അങ്ങനെ തിരിച്ച് വരുന്ന വഴി നമ്മൾ എഴുത്താണി കടയിൽ കയറി കോയിൻ പൊറോട്ടയും മട്ടൻ കറിയും. മട്ടൻ ഞാൻ കഴിക്കില്ല, പക്ഷേ ചാറ് മുക്കി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടം തരും കേട്ടോ. അങ്ങനെ പപ്പടവും കോയിൻ പൊറോട്ടയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.